ഇറ്റ്സ് വെരി ഡിഫറെന്റ് മൂവി. അടിപൊളി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ പൊളിറ്റിക്കലി ഒരുപാട് എലിമെന്റ്സ് അതിനകത്ത് പറയുന്നുണ്ട്. ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റും ബിറ്റർനെസ്സും ലാഷ് ഔട്ട്. ആ ബിറ്റർനെസ് മാറ്റിയെടുത്ത് അതാണ് സൂപ്പർ ഹീറോയുടെ ഒരു ഇത് വരുന്നത്. സൂപ്പർ പടം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സൂപ്പർ നാച്ചുറൽ പവർ കിട്ടിയ ഒരാളാണോ എന്ന്. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ ഒരു ഇന്ത്യൻ സൂപ്പർ ഹീറോനെ ജനറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഫിലിം. അങ്ങനെയൊന്നുമില്ല, ഇത് എന്റെ ഡിഫറെന്റ് വേറെ കഥയാണ്, പരിപാടിയാണ്. സൂപ്പർ ഹീറോ എലിമെന്റ് കുറച്ച് മിക്സ് ആയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലത്തെ സൂപ്പർ ഹീറോ ഒന്നും ഇതിനകത്തില്ല. പക്ഷെ നമുക്ക് ഈ പ്രൊമോഷനിൽ പറയും അതിനകത്ത് സൂപ്പർ ഹീറോ എലിമെന്റ് കൊണ്ട് പറയും. പക്ഷേ ഒരു ജയഗണേഷിന്റെ ഒരു ലൈഫിലൊരു ബേസ് തീമാണ് അതിനകത്ത് സ്റ്റോറി. അതിനകത്ത് അങ്ങനെ സൂപ്പർ ഹീറോ എലിമെന്റ് ഒന്നും ഇല്ല. സൂപ്പർ ഹീറോ എലിമെന്റ്സ് അത് എലിമെന്റ് ഉണ്ട്, പക്ഷെ ആദ്യം സംഭവം ഇന്റർകണക്ട് ആയിട്ടില്ല അതിനകത്ത്. ബിക്കോസ് അത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവി പ്ലോട്ടും കാര്യങ്ങളുമാണ്. ഇൻ ദ സെൻസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സൂപ്പർ ഹീറോ മൂവി അതൊന്നും അല്ലല്ലോ. മീൻ റിയലി ഇറ്റ്സ് വെരി ഡിഫറെന്റ്. നമ്മൾ പിന്നെ ഓൾറെഡി ഒരുപാട് വേറെ ഡിസ്കഷൻസിലേക്കും പോയിട്ടുണ്ടായിരുന്നു ഓൺ ജയ് ഗണേഷ്. പക്ഷെ ജയ് ഗണേഷ് ഓൺ സ്ക്രീൻസ് ഇറ്റ്സ് വെരി ഡിഫറെന്റ്. ഇറ്റ്സ് ക്വൈറ്റ് എ ഡിഫറെന്റ് മൂവി ആൻഡ് ഇറ്റ് വാസ് സോ റിയൽ, വെരി ഇമോഷണലി ടച്ചിങ്. പിന്നെ പൊളിറ്റിക്കലി ഒരുപാട് എലിമെന്റ്സ് അതിനകത്ത് പറയുന്നുണ്ട്. അതൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാനായിട്ട് ആൾ ട്രൈ അല്ല, അതൊരു തീം മാത്രമാണ്. ഒരു നോർമൽ മനുഷ്യൻ, ഒരു വയ്യാതിരിക്കുന്ന ഒരാൾക്ക് ചെയ്യാവുന്ന മാക്സിമം എങ്ങനെ ചെയ്യാൻ പറ്റും ആള് നമ്മുടെ സമൂഹത്തോട് പറയുന്ന ഒരു ഫീലാണ് അല്ല. അങ്ങനെ ഒരു പുള്ളി ഇപ്പത്തെ ഒരു ജനറേഷൻ വെച്ചിട്ടുള്ള നല്ലൊരു ഫിലിം മാത്രമേ ഉള്ളൂ. ഒരു ഡിഫറെന്റ് ആയിട്ട് കാണാൻ പറ്റും. ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഫോർ എവരിബഡി. സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ. സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഇങ്ങനെ എന്താവും എന്ന് പറഞ്ഞിട്ട് ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ വെറുതെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഫാസ്റ്റ് ആണ് ഉണ്ണി ബ്രോയുടെ പെർഫോമൻസ്. ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റും ബിറ്റർനെസ്സും ലാഷ് ഔട്ട്. ആ ബിറ്റർനെസ് മാറ്റിയെടുത്ത് അതാണ് സൂപ്പർ ഹീറോയുടെ ഒരു ഇത് വരുന്നത്. അങ്ങനത്തെ ഒരു വളരെ ഹ്യൂമൻ എലിമെന്റ് ഉണ്ട്. അല്ലാതെ എന്തോ ഒരു ചുമ്മാ ഒരു കാർട്ടൂൺ സൂപ്പർ ഹീറോ ഉണ്ടാക്കിയത് പോലെയേ അല്ല. നല്ല അടിപൊളി ഉണ്ണിമെന്ന് പറഞ്ഞാൽ ശരിക്ക് എന്താ പറയാ, നമുക്കത് ആ കാല് വേർത്ത ഒരാൾ കാണിക്കുന്ന പോലെ തന്നെ തോന്നും. നമുക്ക് നല്ല അടിപൊളി, സൂപ്പർ അടിപൊളി. വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, നല്ല ത്രില്ലർ മൂവി ആയിരുന്നു. എനിക്ക് ആസ് എ പേഴ്സൺ കണക്ട് ആയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഞാൻ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഇന്ന് ഇരുന്ന് മൂവി കണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരിലും അത് കണക്ട് ആവുന്നു. നല്ല പടമായിരുന്നു, നല്ല ത്രില്ലിംഗ് പടമായിരുന്നു. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. സിനിമ സീറ്റിന്റെ എഡ്ജിലെത്തി. നല്ല സിനിമയായിരുന്നു. ഓഫ് കോഴ്സ് എല്ലാവർക്കും സൂപ്പർ പവർ ഉണ്ടെന്നല്ലേ ഈ സിനിമയിൽ പറയുന്നത്. ജയഗണേഷ് അടിപൊളി, ഒന്നും പറയാനില്ല. സൂപ്പർ ഹീറോ ആഫ്റ്റർ അയ്യപ്പൻ മാളികപ്പുറം ഒക്കെ കഴിഞ്ഞിട്ട് ഒരു അടുത്ത ഉണ്ണിയുടെ ബ്രേക്ക് ത്രൂ പടം. ഡയറക്ടർക്ക് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കോമ്പിനേഷനും നല്ലതാണ്.